എല്ലാവർക്കും അവരുടെ ഡ്രീം ഹോം ഉണ്ടാക്കാൻ ഇഷ്ടമാണല്ലേ? എന്നാൽ ഒട്ടുമിക്ക ക്ലയൻസുകളും ഓവർ സ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൊജക്റ്റ് തീർക്കാറ്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് 5 പ്രാക്ടിക്കൽ സ്റ്റെപ്സ് പറഞ്ഞുതരാം. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെയാണ് നിങ്ങൾ ബഡ്ജറ്റിൽ കാര്യങ്ങൾ തീർക്കാൻ പറ്റാവുന്നത്. ഒരു മേജർ ബ്ലണ്ടർ എല്ലാ ക്ലയൻറ്റും ചെയ്യുന്നത് ഡിസൈൻ ഫ്രീസ് ചെയ്യാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് തോന്നും ഇത് ചെറുതായിട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സൗകര്യം കൂടും, എല്ലാം നമ്മൾ ഇന്നൊരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് വരും. നിങ്ങൾ വിചാരിക്കുന്നത് സത്യമാണെങ്കിലും ആ റിസൾട്ട് അല്ലെങ്കിൽ ആ ചേഞ്ച് വരുത്തുന്നത് നിങ്ങൾക്ക് ഒരു 50,000 to 1.5 lakhs മിനിമം ചേഞ്ചസ് വരുന്നതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഓവർ ദ പീരീഡ് ഓഫ് യുവർ കൺസ്ട്രക്ഷൻ ആക്ച്വലി നിങ്ങൾക്ക് 2 to 5 lakh rupees ഒക്കെ ഒരു കൺസ്ട്രക്ഷൻ ലാഭിക്കാം. ഇത് നിങ്ങൾക്ക് തിരിയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ഐറ്റമൈസ്ഡ് ബില്ല് നിങ്ങളെ കോൺട്രാക്ടർ തരില്ല. ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് പ്രൊജക്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ മിഡിൽ ഫേസിലോ നിങ്ങൾക്ക് തരുള്ളൂ. ഇതുകൊണ്ടാണ് നിങ്ങളിത് അറിയാത്തത്. സോ പ്ലീസ് ഓൾവേസ് ഫ്രീസ് യുവർ ഡിസൈൻ ബിഫോർ സ്റ്റാർട്ടിംഗ് ഓഫ് ദ പ്രൊജക്ട്. രണ്ടാമത്തെ പോയിന്റ് ഓവർ ബിൽഡിംഗ് ആണ്. ഞങ്ങൾ എപ്പോഴും ഒരു 100-200 സ്ക്വയർ ഫീറ്റ് സർപ്ലസ് ആയിട്ടാണ് ചിലപ്പോൾ വീടുകൾ എടുക്കാറ്. പൈസ നിങ്ങളിൽ അബണ്ടന്റ് ആണെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ ടൈറ്റ് ബഡ്ജറ്റിലാണ് പോകുന്നതെങ്കിൽ എവറി സ്ക്വയർ ഫീറ്റ് കൗണ്ട്സ്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾ വീട് ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സ്ക്വയർ ഫീറ്റുകളൊക്കെ പരമാവധി ചുരുക്കിയിട്ട് ഈവൻ ഇഫ് ഇറ്റ് ഇസ് 100 to 200 സ്ക്വയർ ഫീറ്റ് അത് കുറക്കാൻ ശ്രമിക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വൽ പ്രൊജക്ട് ഒരു 2 to 3 lakh rupees നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യമായ ആളാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ഞാൻ നിങ്ങളുടെ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ വീടുകൾ എടുക്കരുത്, ബിൽ ഓഫ് ക്വാണ്ടിറ്റി ചെയ്യണമെന്നല്ല. ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ അതിനെക്കുറിച്ച് ഉണ്ടാക്കാം. പല ആളെന്നോട് ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഉണ്ടാക്കാൻ വേണ്ടി. എന്നിരുന്നാലും ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റിയിൽ ഡീറ്റെയിൽഡ് ഐറ്റമൈസ്ഡ് ബില്ലിംഗ് ഉണ്ടാവും. അതായത് നിങ്ങളുടെ ഫ്ലോറിന് എത്ര ചിലവുണ്ട്, പ്ലംബിങ്ങിന് എത്ര ചിലവുണ്ട്, ഇലക്ട്രിക്കലിന് എത്ര ചിലവുണ്ട്, നിങ്ങളുടെ പുട്ടി പെയിന്റ് കാര്യങ്ങളൊക്കെ എത്ര ചിലവുണ്ട്. ഇങ്ങനെ ഓരോ സാധനം ഐറ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻസോ ഡീവിയേഷൻസോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓൺ ദി അതർ ഹാൻഡ് നിങ്ങൾ സ്ക്വയർ ഫീറ്റിൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വേരിയേഷൻസ് ക്യാച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നിങ്ങൾ ക്യാച്ച് ചെയ്യണമെങ്കിൽ പ്രൊജക്ട് കഴിഞ്ഞോ അല്ലെങ്കിൽ ലാസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ ദ ടൈം ദിസ് വിൽ കം ആസ് എ ബിഗ് സർപ്രൈസ് ഫോർ യു. നാലാമത്തെ പോയിന്റ് മെറ്റീരിയൽ പർച്ചേസ് ആണ്. ഇത് അധികം ആൾക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ആക്ച്വലി നിങ്ങളുടെ മെറ്റീരിയൽ പർച്ചേസ് വെൽ ബിഫോർ ഹാൻഡ് തന്നെ ചെയ്യാൻ പറ്റണം. നിങ്ങളത് സൈറ്റിലോട്ടേക്ക് എത്തിക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി അത് ബുക്ക് ചെയ്ത് വെക്കാം. സോ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്ലംബിംഗ് മെറ്റീരിയൽസും ഇലക്ട്രിക്കൽ മെറ്റീരിയൽസും സ്വാഭാവികമായിട്ട് നിങ്ങൾ തറ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ചുമര് കിട്ടുന്ന സമയത്ത് പോയിട്ട് വാങ്ങൂല. നിങ്ങളെ കോൺട്രാക്ടർ ആയാലും ആരാണെങ്കിലും പറയാൻ അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി സാറേ, കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെയല്ല, നിങ്ങളെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇതിന്റെ ഒരു 2-3 കൊട്ടേഷൻസ് മൾട്ടിപ്പിൾ സ്ഥലത്ത് പോയിട്ട് എടുക്കാനും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടി എത്ര പൈസ എവിടെ സ്പെൻഡ് ആവുന്നുണ്ടെന്നുണ്ട്. ഈ കിട്ടിയ കൊട്ടേഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൊട്ടേഷൻ ഏതാണോ അവരുമായിട്ട് നിങ്ങളൊരു ബുക്കിംഗ് എമൗണ്ട് കൊടുത്തിട്ട് അവരോട് പറയാം ഈ എമൗണ്ട് തന്നെ എനിക്കിത് ഭാവിയിൽ തരണേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൈസ് തന്നെ ഇത് കിട്ടും. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് അവരോട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ മെറ്റീരിയൽ എന്തായാലും ഒരു 3, 4, 5 മാസം കഴിഞ്ഞിട്ടല്ലേ പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവരായിട്ട് വേറെ ഡീൽ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് ക്ലിയറൻസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ, ആൻഡ് ദിസ് ഇസ് ആപ്ലിക്കബിൾ ഫോർ സ്പെഷ്യലി ഫോർ ടൈൽസിനൊക്കെ സ്റ്റോക്ക് ക്ലിയറൻസ് വരുമ്പോൾ നേരെ 50%-ലാണ് നിങ്ങൾക്ക് ടൈൽസ് കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അവരോട് പറയാം സ്റ്റോക്ക് ക്ലിയറൻസ് വരുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് വരുന്നുണ്ടെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് വിളിക്കണേ, ഞാനത് ഫുള്ളായിട്ട് വാങ്ങാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല കോസ്റ്റ് റിഡക്ഷൻ പ്രൈസ് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊജക്ടിന്റെ ഓവറോൾ കോസ്റ്റ് അഗെയിൻ 2 to 3 lakh rupees നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഞാൻ ഇത് പ്രാക്ടിക്കലി ചെയ്തതാണ്. 100 rupees ടൈൽസ് ഞാൻ ആക്ച്വലി വാങ്ങിച്ചത് 49 rupees ഓൾദോ 4000 സ്ക്വയർ ഫീറ്റ് വാങ്ങണമെന്നായിരുന്നു അവരുടെ ക്രൈറ്റീരിയ. എനിക്കത് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അഞ്ചാമത്തെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഞാൻ മുമ്പ് വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കറക്റ്റ് കോൺട്രാക്ടറെ ചൂസ് ചെയ്യാത്തത്. നിങ്ങൾ കോൺട്രാക്ടറെ ബ്ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പരമാവധി ലോവസ്റ്റ് കോട്ടിലാണ് കോൺട്രാക്ടിങ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ ഇത് ഒരിക്കലും കോൺട്രാക്ടറും നന്നാവില്ല, നിങ്ങൾക്ക് നന്നാവും. അൾട്ടിമേറ്റ്ലി ഇവിടെ കോംപ്രമൈസസ് വരും. ഒരു കോൺട്രാക്ടറും നഷ്ടത്തിൽ നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്തു തരില്ല എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. സോ ഇഫ് യു ഗിവ് ദ കോൺട്രാക്ടർ ദ റൈറ്റ് ടൈം ആൻഡ് ദ റൈറ്റ് എമൗണ്ട്, ആ ഈവൻ പ്ലേയിങ് ഫീൽഡിൽ നല്ല കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ബിൽ ഓഫ് ക്വാണ്ടിറ്റി എഴുതി വാങ്ങാൻ ശ്രമിക്കുക കോൺട്രാക്ടേഴ്സ് ആയിട്ട്. എന്നിട്ട് അത് പ്രകാരം തന്നെ പറഞ്ഞ ടൈം ലൈനിൽ ഒരു അല്പം ലേറ്റ് ആയി പോയാലും സാരമില്ല, നല്ല കോൺട്രാക്ടറെ കൊണ്ട് ടൈം എടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചാൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇത് നിങ്ങൾ ഫ്യൂച്ചറിലുള്ള ഇപ്പോഴല്ല റണ്ണിങ് കോസ്റ്റ് നിങ്ങൾക്ക് ലാഭം വരും. സോ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് വരുന്ന ഡാമേജുകളൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഇതുപോലെ നല്ല കോൺട്രാക്ടേഴ്സിനെ കൊണ്ട് നല്ല പ്രോപ്പർ പ്രൈസിംഗിലും പ്രോപ്പർ മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ ആ 2 വർഷം കൊണ്ട് ചീത്തയാവേണ്ട സാധനം ഒരു 8-10 വർഷം വരെ നിൽക്കേണ്ടതാണ്. റോങ് ടൈലിംഗ്, റോങ് ഗമ്മ്, റോങ് കുട്ടി, റോങ് പെയിൻസ് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്. സോ പ്ലീസ് അവോയ്ഡ് ഓൾ ദോസ് തിങ്സ് ഇൻ ഫ്യൂച്ചർ. സോ ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് നിങ്ങൾ ഡിസൈൻ പ്രോപ്പർലി ഫ്രീസ് ചെയ്യാൻ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. സെക്കൻഡ്, നിങ്ങളുടെ അനാവശ്യമായ ഏരിയകൾ നിങ്ങൾ ആദ്യം ഒഴിവാക്കാൻ. മൂന്നാമത്തത്, ഒരു പ്രോപ്പർ ബിൽ ഓഫ് ക്വാണ്ടിറ്റി കൊണ്ട് മാത്രം നിങ്ങൾ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യാൻ. നാലാമത്തത്, നിങ്ങൾ മെറ്റീരിയൽ പർച്ചേസ് വെൽ ബിഫോർ ഹാൻഡ് തന്നെ ചെയ്യാൻ. അഞ്ചാമത്തത്, നല്ലൊരു കോൺട്രാക്ടർ തന്നെ ഹയർ ചെയ്യാൻ നിങ്ങൾ എൻഷുർ ചെയ്യാൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഷോർട്ട് കട്ട്സ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നല്ല സ്മാർട്ട് ഡിസിഷൻസ് ആണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് അവരായിട്ട് ഇത് ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും ഒന്ന് ഉപകാരമാകട്ടെ. ഫോർ മോർ സച്ച് വീഡിയോസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ.